ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്ലൈ ചെയ്യേണ്ട ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം ഡെയിലി ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇടുന്ന ചാനലാണ് നമ്മൾ ലേണിനോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ BEL 167 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BEL എന്ന് പറഞ്ഞാൽ എന്താണ്? ബാംഗ്ലൂർ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. BEL എന്ന് പറയുന്നത്. അതിൽ 167 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CDAC എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ആണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗിൽ 605 പ്രൊജക്ട് സ്റ്റാഫുകളുടെ വാക്കൻസീസും വന്നിട്ടുണ്ട്. BEL 167 വാക്കൻസീസും CDACൽ 605 പ്രൊജക്ട് സ്റ്റാഫിന്റെ വാക്കൻസീസുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടേക്കാണ് വാക്കൻസീസ് ഉള്ളത്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ CDAC ആണ്. CDACൽ 605 പ്രൊജക്ട് സ്റ്റാഫിന്റെ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സെന്ററുകളിലാണ് പ്രൊജക്ട് സ്റ്റാഫ് ആകാൻ അവസരം കിട്ടിയിരിക്കുന്നത്. അതായത് 605 ഒഴിവാണ്. തിരുവനന്തപുരത്ത് 19 ഒഴിവുകളാണുള്ളത്. ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി 20 വരെയാണ്. ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ, നോയിഡ, പൂനെ, സിൽച്ചർ, മൊഹാലി എന്നീ സെന്ററുകളിലും അവസരമുണ്ട്. അപ്പം നമ്മൾ തിരുവനന്തപുരത്തെ അവസരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 പോസ്റ്റിലാണ്. അതായത് പ്രൊജക്ട് അസോസിയേറ്റ്, പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ള ആളും അതുപോലെ തന്നെ ഫ്രഷറിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പ്രൊജക്ട് മാനേജർ, സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. പ്രൊജക്ട് അസോസിയേറ്റ് ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. BTech ആണ് അവർ പറയുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് പറയുന്നത്. പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഫ്രഷർക്കും ഉണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് BTech ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ഇനി പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർക്കും അപ്ലൈ ചെയ്യാം. BTech, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. പിന്നെ പ്രൊജക്ട് മാനേജർ ആണ്. പ്രൊജക്ട് മാനേജർ BTech അത് തന്നെയാണ്. അത് അല്ലെങ്കിൽ ME MTech പ്രൊജക്ട് മാനേജർ ആയതുകൊണ്ട് ഏതിലാണ്? കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ PG അവർ പറയുന്നുണ്ട്. പക്ഷെ അവിടെ എക്സ്പീരിയൻസ് വന്നിട്ട് 9 to 15 വർഷത്തെ എക്സ്പീരിയൻസ് അവരോട് പറയുന്നുണ്ട്. ഇതിലെല്ലാത്തിലും ഏജ് ഉണ്ട് കേട്ടോ. പ്രൊജക്ട് അസോസിയേറ്റിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. എഞ്ചിനീയറിന് 45 ആണ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക്. ഫ്രഷറിന് 30 ആണ് പറയുന്നത്. പ്രൊജക്ട് മാനേജറിന് 9 to 15 വർഷം പരിചയമുണ്ടല്ലോ, അത് 56 ആണ് ലിമിറ്റ്, പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ BTech അല്ലെങ്കിൽ ME MTech ഒക്കെയാണ് പറയുന്നത്. 4 to 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 40 ആണ്. അപ്പോൾ 5 പോസ്റ്റുകൾക്കാണ്. ഇതിലേക്ക് ഫ്രഷറിന് അപ്ലൈ ചെയ്യാവുന്നത് 2 പോസ്റ്റാണ്. പ്രൊജക്ട് അസോസിയേറ്റും പ്രൊജക്ട് എഞ്ചിനീയറും. ബാക്കിയുള്ളതെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യേണ്ട പോസ്റ്റാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമുള്ളവർ പ്രൊജക്ട് എഞ്ചിനീയർക്കും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 45 ആണ്. ബാക്കിയെല്ലാം 9 to 15 വർഷം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 4 to 7 വർഷ പരിചയമൊക്കെ അവർ പറയുന്നുണ്ട്. പ്രൊജക്ട് മാനേജറിനും സീനിയർ പ്രൊജക്ട് എഞ്ചിനീയറിനും. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.cdac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 605 പ്രൊജക്ട് സ്റ്റാഫുകളുടെ ഒഴിവുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത BEL ആണ്. 167 ഒഴിവുകളാണുള്ളത്. ബാംഗ്ലൂരു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ ഫോർ എക്സലൻസ് എന്നിവിടങ്ങളിൽ എഞ്ചിനീയർ അവസരം വന്നിട്ടുണ്ട്. 137 ഒഴിവാണുള്ളത്. ഫെബ്രുവരി 20 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്ന് വെച്ചാൽ ട്രെയിനി എഞ്ചിനീയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയറും വരുന്നുണ്ട്. ഈ ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അതിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നാണ് അവർ പറയുന്നത്. അതിൽ ആ വിഭാഗത്തിൽ BTech, BSc എഞ്ചിനീയറിംഗ്. അപ്പോൾ ഏജ് ലിമിറ്റ് ഉണ്ട് 28 വയസ്സ്. 30,000 to 40,000 രൂപയാണ് സാലറി സ്കെയിൽ അവർ പറയുന്നത്. ഇനി അടുത്ത പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ഇതിൽ BTech, BScയും പറ്റും കേട്ടോ. BScയും പ്രൊജക്ട് എഞ്ചിനീയറിംഗിന് പറ്റും. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 32 വയസ്സാണ്. 40,000 to 55,000 രൂപ വരെയാണ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 167 ഒഴിവാണെന്ന് പറഞ്ഞു. അതിൽ 137 ട്രെയിനി അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയറിംഗിന്റെ ഒഴിവും 22 ഡെപ്യൂട്ടി എഞ്ചിനീയേഴ്സിന്റെ ഒഴിവാണ് ഉള്ളത്. ഓക്കെ, 22 ഡെപ്യൂട്ടി എഞ്ചിനീയേഴ്സിന്റെ ഒഴിവാണുള്ളത്.
ബാക്കി വരുന്ന 8 ഒഴിവ് എന്ന് പറയുന്നത് വിമുക്ത ഭടന്മാർക്കുള്ളതാണ്. അങ്ങനെയാണ് 167 ഒഴിവ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് കാറ്റഗറി വൈസ് എന്ന് പറയുമ്പോൾ 137 ട്രെയിനിങ് പ്രൊജക്ട് എഞ്ചിനീയേഴ്സ്, 22 ഡെപ്യൂട്ടി എഞ്ചിനീയേഴ്സ്, 8 വിമുക്ത ഭടന്മാർ, അങ്ങനെയാണ്. അപ്പോൾ 22 ഡെപ്യൂട്ടി എഞ്ചിനീയേഴ്സിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ പൂനെ നാഗ്പൂർ യൂണിറ്റിൽ 22 ഡെപ്യൂട്ടി എഞ്ചിനീയർ ഒഴിവാനുള്ളത്. 5 വർഷത്തേക്കാണ് നിയമനം. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിലാണ് അവസരം. ഫെബ്രുവരി 24 വരെ അപേക്ഷിക്കാം. യോഗ്യത എന്ന് പറയുന്നത് BE/BTech ആണ് യോഗ്യത എന്ന് പറയുന്നത്. പ്രായപരിധി ഉണ്ട്, 28 വയസ്സാണ്. ശമ്പളം 40,000 to 1,00,000 to 40,000 വരെ വരുന്നുണ്ട്. ഇനി വിമുക്ത ഭടന്മാർക്കും സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒഴിവാനുള്ളത് 8 ഒഴിവാനുള്ളത് കേട്ടോ. അത് സ്ഥിര നിയമനമാണ്. ഫെബ്രുവരി 26 വരെ അപേക്ഷിക്കാം. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.belindia.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാവും. അപ്പോൾ BEL ടോട്ടൽ വന്നുള്ളത് 167 ഒഴിവാണ്. അതിൽ 137 പ്രൊജക്ട് എഞ്ചിനീയേഴ്സ്, 22 ഡെപ്യൂട്ടി എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ ബാക്കി 8 സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.